നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനൊരു കറി വെക്കുക. നമ്മൾ ദിവസം ഈ സാമ്പാറും തീയലും ഇപ്പം നോയമ്പല്ലേ, സാമ്പാറും തീയലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊരു ഡിഫറെൻ്റായിട്ടൊരു കറി വെക്കാമല്ലോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഹോട്ടലിൽ പോയി അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ്, ബറോട്ടയ്ക്ക് ഒരു കൂട്ടാനും. അതിൻ്റെ പേര് ഏതോ കുംഭകോണം കടപ്പയെന്നാണ്ട് അവർ പറഞ്ഞു. എനിക്ക് ഓർമ്മയാണ്, കുംഭകോണം കടപ്പയെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഓർമ്മ വെച്ചൊന്ന് ചെയ്ത് നോക്കിയതാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കറിയാണ്. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. എൻ്റെ ചാനലൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു. ഇതിൻ്റെ ഒരു ഗ്ലാസ് മൂങ് ദാൾ, നമ്മുടെ പായസം വെക്കുന്ന പരിപ്പ്, അത് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ടു. അതിനകത്തോട്ടൊരു 3 ഉരുളക്കിഴങ്ങ് അങ്ങ് ചെറുതൊന്നും ആക്കണ്ട, ഇങ്ങനെ ഇട്ട് ഒരു ഇച്ചിരി വലിയ കഷ്ണമായിട്ട് അത് ഇട്ടു. അതങ്ങ് വെന്തോളൂ, അങ്ങ് തീരെ ചെറുതൊന്നും ആക്കണ്ട. എന്നിട്ട് ഈ നമ്മൾ പരിപ്പെടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പരിപ്പിന് 3 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് ഒഴിച്ച് നല്ല ഇത്രയും മുങ്ങാനുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് രണ്ട് വിസിലിട്ട് അതിന് നമുക്ക് അരപ്പുണ്ടാക്കാം. ഒരു അരമുറി തേങ്ങ വേണം. ഞാനിങ്ങനെ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങയ, അത് കുറച്ച് തേങ്ങ എടുത്തു. ഇത്രയും തേങ്ങ എടുത്തു. ഒരു അരമുറിക്ക് മേലെ ഉണ്ട്. അതിനകത്തൊരു 4-5 പച്ചമുളക് ഇട്ടു. പച്ചമുളക് മാത്രമേ ഉള്ളൂ അതിനിരിക്കെ. 5 പച്ചമുളക് ഇട്ടു. കുറച്ച് പെരിഞ്ചീരകം, ഒരു സ്പൂൺ പെരിഞ്ചീരകം. എന്നിട്ട് നമ്മൾ ഇച്ചിരി പൊട്ടുകടല ഇടുക. പൊട്ടുകടല എന്തിനാണെന്ന് ചോദിച്ചാൽ, പൊട്ടുകടല നല്ല തിക്കാകും. നമ്മുടെ ഇതില്ലേ ഉടച്ച കടല, പൊട്ടുകടല, അതും കൂടി ഇട്ടു. ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചു. അത് നല്ലതായിട്ട് അരിഞ്ഞു. ആദ്യം ഒന്ന് അരച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നല്ലതായിട്ടത് അരച്ചെടുത്തോണ്ട് വന്ന് ഇനി നമുക്കതിന് മസാല ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ചു. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലോട്ട് ഒരു 2 ബിരിയാണി ഇല, ഒരു 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഞാനിങ്ങനെ ഒഴിച്ചിടുക. പട്ട ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് നോക്കുമ്പോൾ അതിലോട്ട് 2 മീഡിയം സൈസ് സവാള അത് വിട്ട് ഒന്ന് മൂപ്പിച്ച്, ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒന്ന് മൂപ്പിച്ച് ആ ഉള്ളി ഒരുമാതിരി ഒന്ന് വരുന്നു. അതിനകത്തൊരു ഇച്ചിരി കരിയാപ്പില, ഇത്രയും കരിയാപ്പില ഇടുക. അതിലോട്ട് ഒരു വലിയ തക്കാളി, ചെറുതാണെങ്കിൽ കാരണം ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി വരുന്നത് അത് വെച്ച് തക്കാളി ഒരുമാതിരി കുക്കായി വരുമ്പോൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഒത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട, നമുക്കങ്ങ് മഞ്ഞ കളറായാലും കറി വെളുത്തിരിക്കണം. ഒത്തിരി കുറുമായുടെ കളർ ഇരിക്കണം. ഒത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നൊരു വഴറ്റാം. ഈ കുക്കറിൽ 3 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചാൽ പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പും ഈ ഉരുളക്കിഴങ്ങും കൂടെ അങ്ങ് നല്ലതായിട്ടൊന്ന് ഉടയ്ക്കും. അതിനകത്ത് വെച്ചാൽ നല്ലതായിട്ട് മാഷ് ചെയ്യും. ഓൾറെഡി നല്ലതായിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് വെന്തു. നല്ലതായിട്ട് ഒന്നുകൂടെ മാഷ് ചെയ്യുക. ഈ തക്കാളി ഒരുമാതിരി മൂത്ത് വന്നപ്പോൾ നമുക്ക് ഈ അരച്ചരപ്പ് അതിനകത്തോട്ടിട്ട് ഒന്ന് ചൂടാക്കണം. ഒത്തിരി തിളയ്ക്കേണ്ട, ഒരു തള വന്നാൽ മതി. എന്നിട്ട് ഈ മിക്സി കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കും. ഈ അരപ്പ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. ഒത്തിരി ഒന്ന് വെട്ടും തിളയ്ക്കരുത്. തേങ്ങ അരച്ചത് ചെറുതായിട്ട് ഒന്ന് ചൂടായി ഇങ്ങനെ തിളച്ച് വന്നാൽ മതി. ഇതിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ പരിപ്പ് ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ടിടുക. അത് നല്ലതായിട്ട് വെന്ത് നമ്മൾ ഉടച്ചത് അതുപോലെ ഇതിനകത്തോട്ട് ഒന്നുകൂടെ ചൂടാക്കി
തിളയ്ക്കരുത്, നല്ലതായിട്ടൊരു തിള വരണം. തിളച്ച് ഒത്തിരി വെട്ടി തിളയ്ക്കരുത്, നല്ല ചൂടാക്കിയത്. മിക്സിയുടെ ജാറൂടെ കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കണം. അതുപോലെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് അതേയുള്ള ഗ്രേവി, ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ട് ഇങ്ങനെ കറി ഒരുമാതിരി കുറുകി വരണം. കുറുകി ഒന്നുകൂടെ തിളയ്ക്കുമ്പോൾ അത് നല്ലതായിട്ടൊന്ന് ചൂടായി തിള വന്നു. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയാൽ ഇച്ചിരി ഉപ്പ് ഇട്ടു. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു അരക്കെട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിനകത്തോട്ട് ഇട്ടു. ഇതിനാ പച്ചമുളകിൻ്റെ മാത്രമുള്ള എരിയുള്ളൂ, വേറെ എരിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. മല്ലിയില ഇട്ടു ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കും. മല്ലിയില ഇട്ടു ഒന്നുകൂടെ ചൂടാക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, സ്റ്റൗ ഓഫ് ചെയ്യും. നമ്മുടെ സൂപ്പർ കടപ്പ കറി റെഡിയായി. ഇതാണ് നമ്മുടെ കടപ്പാക്കറി. ഇത് ചപ്പാത്തിക്കും ചോറിനും പെറോട്ടായ്ക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം പറ്റുന്നൊരു കറിയാണ്.